അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കടലപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റവുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, ഒരു സ്നാക്കാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ബൗളിൽ 3/4 കപ്പോളം കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയാണെങ്കിൽ ഞാനൊരു ഏകദേശം നല്ലൊരു വലിപ്പം ഉള്ള സവാള തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് നമ്പർ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കറിവേപ്പില, അതും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് ഇടുവാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു അരമുറി നാരങ്ങയും കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സ്നാക്കിന് കുറച്ച് പുളിയും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാൻ കുറച്ച് നാരങ്ങ നീരൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പം നോർമലി വെജിറ്റബിൾസിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അതങ്ങ് നല്ല നമ്മുടെ വേണ്ട പരുവത്തിനായി കിട്ടും. അഥവാ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മതിയാകും വെള്ളമൊക്കെ. അപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ചെറിയ ബോൾസായിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ഏത് രീതിയിൽ നമുക്കിത് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഉന്നക്കായുടെ ഒരു ഷേപ്പിനാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം എല്ലാം ഇതുപോലെ ആക്കിയെടുത്ത ശേഷം നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ദേ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനിട്ട ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ആക്കി കൊടുക്കുക. കാരണം നമുക്ക് കടലമാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വേകാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നോക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഇനി ഒരു സൈഡ് ചെറിയ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പോലെ ഡീപ്പ് ഫ്രൈ അല്ലാതെ ഷാലോ ഫ്രൈ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതും ടേസ്റ്റ് യാതൊരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേ നമ്മളുടെ ഈസി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ നാരങ്ങയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു പുളിയും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.